ഏറ്റവും ചരിത്രപരമായ സന്തോഷകരമായ അഭിമാനാർഹമായ ആ വാർത്തയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്സിയം 4 മിഷന്റെ ഭാഗമായിട്ടുള്ള യാത്ര ഡ്രാഗൺ ക്യാപ്സൂൾ ഇതാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഇന്ത്യൻ സമയം 4:01 ഡോക്കിംഗ് പൂർത്തിയാക്കിയത്. ഇപ്പോൾ ശുഭാംശു ശുക്ല അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരും അവരുടെ സ്പേസ് സ്യൂട്ട് അത് ഊരിയിരിക്കുന്നു. ഇനി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള മറ്റ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. ഒപ്പം തന്നെ നിലവിൽ സ്പേസ് സ്റ്റേഷനിലുള്ള ബഹിരാകാശ യാത്രികരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായിട്ടും നടക്കും. അത് ഓരോ നടപടിക്രമങ്ങളുണ്ട്. ഡോക്കിങ്ങിന് ശേഷം ഒരു ക്യാപ്സ്യൂളുമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ബന്ധിപ്പിക്കുന്നു. അതിൽ നിന്ന് ബഹിരാകാശ യാത്രികർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഈ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തുടർന്ന് അവർ ഏതൊക്കെ നിലയിലാണ് ആ ബഹിരാകാശ കേന്ദ്രത്തിൽ പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ സമയം 4:01 ആണ് ഈ ഡോക്കിങ്ങിൻ്റെ സമയമായി പറഞ്ഞത്. നേരത്തെ 4:30 ഡോക്കിംഗ് നടക്കുമെന്നായിരുന്നെങ്കിൽ പിന്നീട് അത് 3:48 എന്നത് റീഷെഡ്യൂൾ ചെയ്തിരുന്നു. പിന്നീടാണത് 4 മണി എന്നത്. അങ്ങനെ 4 മണി പറഞ്ഞെങ്കിലും കൃത്യം 4:01 ഡോക്കിംഗ് പൂർത്തിയായി നമ്മുടെ ബഹിരാകാശ യാത്രികർ ഈ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. ഇനിയുള്ള 14 ദിവസമാണ് ശുഭാംശു ശുക്ല അടക്കമുള്ള സംഘം ഇവിടെ ഈ ബഹിരാകാശ നിലയത്തിൽ തുടരുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്നടക്കമുള്ള വിത്തുകൾ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ നിലയിലെത്തിയിട്ടുണ്ട്. എത്ര ഒരു കൗതുകരമായ കാര്യം കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച വിത്ത് ബഹിരാകാശ നിലയത്തിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാകുന്നു. നേരത്തെ നമ്മുടെ അതിഥി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കാലം ബഹിരാകാശ നിലയത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ല അടക്കമുള്ള ആളുകൾ ഈ പരീക്ഷണങ്ങൾ നടത്തുക. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള യാത്രയായി ആക്സിയം 4 മാറുകയാണ്. ആക്സിയം സ്പേസ്, ഒപ്പം തന്നെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ റോക്കറ്റാണ് ഈ ഡ്രാഗൺ ക്യാപ്സ്യൂളിനെ അങ്ങ് ആകാശത്തേക്ക് ഉയർത്തിയത്. ഒപ്പം തന്നെ നാസയാണ് ഇതിൻ്റെ മറ്റു സാങ്കേതികമായ കാര്യങ്ങൾ. ഒപ്പം ISRO, ശുഭാംശു ശുക്ല ISROയുടെ പ്രതിനിധിയായി അതിൽ പങ്കുചേരുന്നു. ഒപ്പം പോളണ്ടിൻ്റെയും ഹംഗറിയുടെയും വൈമാനികർ കൂടി, ബഹിരാകാശ യാത്രികർ കൂടി ഈ യാത്രയുടെ ഭാഗമായി മാറുന്നുണ്ട്. അങ്ങനെ വളരെ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങളാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. ഗ്രേസ് എന്ന പേരിലാണ് ഈ യാത്രയ്ക്ക്, അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നമ്മുടെ അറിവിനോടുള്ള നമ്മുടെ ഒരു അടങ്ങാത്ത ദാഹം, അല്ലെങ്കിൽ അറിവ് തേടിയുള്ള അടങ്ങാത്ത യാത്രകളുണ്ട്. ആ യാത്രകളെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പെഗി വിറ്റ്സൺ, ഒപ്പം തന്നെ ശുഭാംശു ശുക്ല, സ്റ്റാവോസ് ഇസ്നാസ്കി വിസ്നിസ്കി, ടിബോർ കാപ്പു എന്നിവരാണ് ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഈ 4 ബഹിരാകാശ യാത്രികർ. അവർ സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ അവർ ഈ 2 ആഴ്ചക്കാലം നേടിയെടുക്കുന്ന അനുഭവങ്ങൾ, അവർ നടത്തുന്ന പരീക്ഷണങ്ങളുടെ ഒക്കെ ഫലങ്ങൾ ഈ മനുഷ്യരാശിക്ക് ഒന്നാകെയാണ്. അതൊരു രാജ്യത്തിന് മാത്രമോ അല്ലെങ്കിൽ ഒരു ഏജൻസിക്കോ മാത്രമല്ല, മനുഷ്യകുലത്തിന് തന്നെ അവൻ്റെ മുന്നോട്ട് പോക്കിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിവരങ്ങളായി, അറിവുകളായി മാറും. അങ്ങനെ അറിവിൻ്റെ യാത്ര ആക്സിയം 4 ഇതാ ബഹിരാകാശ കേന്ദ്രത്തിൽ.